അന്താരാഷ്ട്ര എണ്ണ വിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾ ഇന്ത്യയിൽ ഇന്ധനവിലയിൽ തീവ്രമായി പ്രതിഫലിക്കുമ്പോൾ ലോകത്തെ ചില രാജ്യങ്ങളിൽ പെട്രോളിന് നൽകേണ്ടി വരുന്നത് വെറും തുച്ഛമായ തുക മാത്രമാണ്. 1 ലിറ്റർ പെട്രോളിന് 100 രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടി വരുന്ന ഇന്ത്യൻ ഉപഭോക്താവ് വെനസ്വേല പോലുള്ള രാജ്യങ്ങളിലെ വില വിവരങ്ങൾ കേട്ട് അമ്പരക്കുന്നുണ്ട്. 1 ലിറ്റർ പെട്രോളിന് 30 രൂപയിൽ താഴെ വിലയുള്ള 6 രാജ്യങ്ങളാണ് ലോകത്തുള്ളതെങ്കിൽ എണ്ണയുടെ ലഭ്യതയേക്കാൾ ഉപരോധങ്ങളും നികുതി ഘടനകളുമാണ് വില നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നതെന്ന് പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ലോകത്തെ ഏറ്റവും കുറഞ്ഞ വിലയിൽ പെട്രോൾ ലഭിക്കുന്നത് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിലാണ്. അവിടെ 1 ലിറ്റർ പെട്രോളിന്റെ ഏകദേശ വില കേവലം 1.78 രൂപ മാത്രമാണ്. എണ്ണയുടെ വൻ ശേഖരമുള്ള രാജ്യമായിട്ടും കുറഞ്ഞ വിലയ്ക്ക് വിൽക്കേണ്ടി വരുന്നത് പിന്നിൽ ശക്തമായ രാഷ്ട്രീയ കാരണങ്ങളുമുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഭൂമിക്കടിയിലുള്ള രാജ്യം വെനസ്വേലയാണ്. എങ്കിലും അമേരിക്ക ഏർപ്പെടുത്തിയ ശക്തമായ സാമ്പത്തിക ഉപരോധം കാരണം രാജ്യത്തിന് എണ്ണ കയറ്റുമതിയിൽ വൻ തിരിച്ചടി നേരിട്ടു. ഇതോടെ വെനസ്വേലൻ കറൻസിയുടെ മൂല്യം കുത്തനെ ഇടിയുകയും ആഭ്യന്തരമായ ഇന്ധനം തുച്ഛമായ വിലയ്ക്ക് വിൽക്കേണ്ടി വരികയും ചെയ്തു. വെനസ്വേല കഴിഞ്ഞാൽ ഇറാനാണ് വിലക്കുറവിൽ രണ്ടാമത്. ഇവിടെ 1 ലിറ്റർ പെട്രോളിന് 7.99 രൂപയാണ് വില. ഇവിടെയും അമേരിക്കൻ ഉപരോധവും അതുവഴി ഉണ്ടായ കറൻസി മൂല്യത്തകർച്ചയുമാണ് വില കുറയാൻ പ്രധാന കാരണം. നിലവിൽ 30 രൂപയിൽ താഴെ വിലയുള്ള രാജ്യങ്ങൾ സുഡാൻ, മലേഷ്യ, അങ്കോള, നൈജീരിയ, അൾജീരിയയാണ്. സുഡാനിൽ 12.43 രൂപയും മലേഷ്യയിൽ 24.86 രൂപയും അങ്കോളയിൽ 25.75 രൂപയും നൈജീരിയയിൽ 28.41 രൂപയും അൾജീരിയയിൽ 29.30 രൂപയുമാണ് വില. ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ സൗദി അറേബ്യയാണ് മുന്നിൽ. എന്നിട്ടും എണ്ണയുടെ ലഭ്യത സുലഭമായിരുന്നിട്ടും വിലക്കുറവുള്ള രാജ്യങ്ങളുടെ ആദ്യ 5 സ്ഥാനങ്ങളിൽ ഒരു ഗൾഫ് രാജ്യം പോലും ഇല്ലെന്നത് ശ്രദ്ധേയമാണ്. ക്രൂഡ് ഓയിൽ വിൽപ്പനയിലൂടെ പ്രധാന വരുമാനം നേടുന്ന ഗൾഫ് രാജ്യങ്ങളിലെ വില കുവൈത്തിൽ 30.19 രൂപയും ഖത്തറിൽ 31.96 രൂപയും സൗദി അറേബ്യയിൽ 34.63 രൂപയുമാണ്. ആഗോള വിപണിയിലെ തന്ത്രപരമായ ഇടപെടലുകളും വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നയങ്ങളുമാണ് ഇവിടെ വില 30 രൂപയ്ക്ക് മുകളിൽ നിലനിർത്തുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ആവശ്യമായ ഇന്ധനത്തിന്റെ 85%-ലധികവും ഇറക്കുമതിയെ ആശ്രയിക്കുന്നതിനാൽ അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വിലയിലെ ഏത് മാറ്റവും ഇന്ത്യൻ വിപണിയിൽ പെട്ടെന്ന് പ്രതിഫലിക്കും. 1 ലിറ്റർ പെട്രോളിന് 100 രൂപ കടന്നുള്ള വിലവർദ്ധനവിന് പ്രധാന കാരണം സർക്കാരുകൾ ചുമത്തുന്ന ഉയർന്ന നികുതി ഘടനയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചുമത്തുന്ന എക്സൈസ് തീരുവയും വാറ്റും ഉൾപ്പെടെയുള്ള നികുതികൾ ഇന്ധനവിലയുടെ പകുതിയിലധികം വരും. ക്രൂഡ് ഓയിൽ വില കുറയുമ്പോൾ പോലും ഈ നികുതികൾ കുറയ്ക്കാത്തത് ഉപഭോക്താവിന് ആനുകൂല്യം ലഭിക്കാതെയാക്കുന്നു. അതോടൊപ്പം ആഗോള വിപണിയിൽ വില വർദ്ധിക്കുമ്പോൾ അത് ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് കുത്തനെ വർദ്ധിപ്പിക്കുകയും ആഭ്യന്തര വിപണിയിൽ വില കൂടുകയും ചെയ്യുന്നു. ക്രൂഡ് ഓയിലിന്റെ ലഭ്യത മാത്രം ഒരു രാജ്യത്തെ ഇന്ധനവില നിർണ്ണയിക്കില്ല. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ, കറൻസി മൂല്യം, സർക്കാരിന്റെ നികുതി നയങ്ങൾ എന്നിവയെല്ലാം വില നിർണ്ണയത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഇന്ത്യൻ ജനസംഖ്യയിലെ ഭൂരിഭാഗവും നിത്യേന ആശ്രയിക്കുന്ന ഈ ഇന്ധനവില വർധനവ് രാജ്യത്തെ പണപ്പെരുപ്പത്തിനും മറ്റ് അവശ്യ സാധനങ്ങളുടെ വില വർധനവിനും പ്രധാന കാരണമായി തുടരുകയാണ്.